89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്നത്തെ എസ് കെ ജംഗ്ഷന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ഡേ. അപ്പോൾ എന്തായാലും ഹെപ്പറ്റൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊരു അവയർനെസ് ആണ് ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിയാനായി പോകുന്നത്. അതിനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. നമ്മളിന്ന് ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ട്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനായിട്ടുള്ളത്, 2025 ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളൊരു കാര്യം അറിയണം. മാത്രമല്ല, ഈ 2025 ഹെപ്പറ്റൈറ്റിസ് ഡേ സ്പെഷ്യൽ തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു തീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഇന്ന് നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എസ് കെ ജംഗ്ഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സോ ടുഡേ ജൂലൈ 28 നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ തീമായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്, ആസ് യു സെഡ്, ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ്. സോ നമ്മളെന്താണ് ആ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയുള്ള അവയർനെസ് മാക്സിമം പബ്ലിക്കിന് കിട്ടുകയും ആൻഡ് ഇതിൻ്റെ വാക്സിനേഷനെ പറ്റിയുള്ള അവയർനെസ്, സോ ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്. സോ ഇറ്റ്സ് എ ഡിസീസ് ദാറ്റ് വി ക്യാൻ പ്രിവെൻറ്റ് ബൈ ഹാവിങ് സം നോളജ് അബൌട്ട് ഇറ്റ്. സോ ആ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ കൂടുതലും സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് ഓവർ ദി ഇയേഴ്സ്, ഓവർ ദി നെക്സ്റ്റ് 5 years ഈ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളൊരു പ്രോബ്ലം നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് കുറയ്ക്കാൻ ഉള്ള ടാർഗറ്റ് ചെയ്യുന്ന ഒരു തീമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളത്. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ്, വിത്ത് ദിസ് ടോക്ക് I am hoping to increase the awareness among the population and clear general doubts regarding hepatitis. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമുണ്ട്, എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത് വ്യക്തമാക്കാവോ, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് തുടങ്ങിയതൊക്കെ ഒരുപാട് പേരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുന്നതാണ് എസ് കെ ജംഗ്ഷനിലൂടെ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷനാണ്. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ സ്പെഷ്യൽ എസ് കെ ജംഗ്ഷനാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ, മീറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഡേനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ എസ് കെ ജംഗ്ഷൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഈ രോഗം എന്താണ് അല്ലെങ്കിൽ ഈ അസുഖം എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ചുള്ള ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഈ രോഗം എന്നുള്ളത് നമ്മൾ അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എന്താണ്, ഇതിൻ്റെ പല ടൈപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? നമ്മൾ ബ്രോഡ്ലി കോമൺ ആയിട്ട് കാണുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ പ്രൊഡോമിനൻ്റ് ആയിട്ടും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിൽ തന്നെ 5 ടൈപ്പ് ABCDE എന്നുള്ള ടൈപ്പ് വൈറസുകളുണ്ട്. ആ ടൈപ്പുകളിൽ പെടാത്ത തന്നെ ഉള്ള വൈറസുകളും കൂട്ടി ഇൻഫെക്റ്റീവ് കാരണങ്ങൾ കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. രണ്ടാമത്തെ ബ്രോഡായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ്. അതായത് മദ്യപാനത്തിൽ നിന്ന് വരുന്ന കരൾ വീക്കം, അതിനാണ് നമ്മൾ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. മൂന്നാമത് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ലിവർ കൊണ്ടുള്ള, അതായത് നോൺ ആൽക്കഹോളിക് അഥവാ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ഫാറ്റി ലിവർ കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ്. ഈ ബ്രോഡ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പം ഐദർ infection or alcohol related or metabolic dysfunction related. Other rare causes of hepatitis are also there. പക്ഷേ നമ്മൾ ബ്രോഡ്ലി അറിഞ്ഞിരിക്കേണ്ടത് ഇതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് ഹെപ്പറ്റൈറ്റിസ്, അതിൻ്റെ പല തരത്തിലും, ഇപ്പം ഇൻഫെക്റ്റീവ് ഡോക്ടർ പറഞ്ഞു, അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ റിലേറ്റഡ്, ആൽക്കഹോളിക്, ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം ഡോക്ടർ ഇപ്പം വ്യക്തമാക്കി. അപ്പം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ സംശയം വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരാളിലേക്ക് പകരുന്നത്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയണം. അതൊക്കെ കേൾക്കാം ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ജോ. 89.6 FM Sargakshetra SK Junction.
വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ സ്പെഷ്യൽ എസ് കെ ജംഗ്ഷനിൽ കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ, മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് റിലേറ്റഡ് ആയിട്ടുള്ളത്, മെറ്റബോളിക് ഡിസ്ഫങ്ഷണൽ റിലേറ്റഡ് ആയിട്ട് അങ്ങനെയും മറ്റ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം അതിലൊരു സംശയം, ഈ ഇൻഫെക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ? ആ ഒരു പകരുന്നതിന് വ്യത്യാസമുണ്ടോ പല തരങ്ങളിലുള്ളത്? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാവോ? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഫെക്റ്റീവ് കോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് 5 ടൈപ്പ് ഓഫ് വൈറസസ് കൊണ്ടുവരാം. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി ആൻഡ് ഇ. അപ്പം നമ്മൾ മോസ്റ്റ് കോമൺലി കാണുന്ന മഞ്ഞപ്പിത്തം വരുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്മിഷൻ വരുന്നത് ഫീക്കോ ഓറൽ റൂട്ടാണ്. അപ്പം നമുക്ക് മലിനമായ ജലം അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ മാലിന്യം കലരുന്ന, അപ്പം ഈ നമ്മളുടെ മലത്തിൽ കൂടെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മലത്തിൽ കൂടെയാണ് ഈ ഒരു വൈറസ് പുറത്തേക്ക് വരിക. അപ്പം ആ മലം നമ്മളുടെ കിണറിലേക്കോ അല്ലെങ്കിൽ കുടിവെള്ളം വരുന്ന ഏതെങ്കിലും ഒരു സ്രോതസ്സിലേക്കോ വരികയാണെങ്കിൽ ആ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും. അപ്പം നമുക്ക് തിളപ്പിക്കാതെ വെള്ളം കുടിക്കുകയും അതേപോലെ ശുദ്ധമല്ലാത്ത ഭക്ഷണപാനീയങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ വഴിയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ ഇ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ്. പക്ഷേ ആ ഇൻഫെക്ഷൻ്റെ സമയത്ത് നമുക്ക് അതിതീവ്രമായ വയറുവേദന, പനി, കണ്ണിന് ദേഹത്തുമുള്ള മഞ്ഞപ്പ്, അതേപോലെ ഭയങ്കര ക്ഷീണം, അതേപോലുള്ള സിംറ്റംസ് വരികയും ചില ഒരു ലെസ് ദാൻ 5% ഓഫ് ഈ ഇൻഫെക്ഷൻ വരുന്നവർക്ക് അക്യൂട്ട് ലിവർ ഫെയിലിയറിലേക്ക് പോവുകയും അത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരികയും ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്. ഈ ഇതിന് പുറമെ ബാക്കി വരുന്ന നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഒരു വൈറസാണ്. സോ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് യൂഷ്വലി നീഡിൽ റീയൂസ് ചെയ്യുന്നത്, അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നേരത്തെ കാലഘട്ടങ്ങളിൽ അത് ഇംപ്രോപ്പർ ടെസ്റ്റിംഗ് ആയിരുന്ന സമയത്ത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമുക്കത് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാമായിരുന്നു. പക്ഷേ ഇപ്പം വളരെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ IV ഡ്രഗ് യൂസ് ചെയ്യുന്നവരിൽ ഷെയർഡ് നീഡിൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ ബ്ലഡ് ബോൺ വൈറസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു. സെക്ഷൽ ട്രാൻസ്മിഷൻ വളരെ പോസിബിളാണ് ബ്ലഡ് ബോൺ ആയതുകൊണ്ട്. അപ്പോൾ ഈവൻ സെക്ഷൽ കോൺടാക്ട്, അതേപോലെ ട്രാൻസ്മിഷൻ ഫ്രം മദർ ടു ബേബി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മദറിൽ നിന്ന് പ്രസവശേഷം കുഞ്ഞിന് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഇൻഫെക്ഷൻ വരുന്നതിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും നമുക്ക് വെള്ളത്തിൽ നിന്നും ഫുഡിൽ നിന്നും, അതായത് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ആൻഡ് ബി ആൻഡ് സി എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം എ ബ്ലഡ് ബോൺ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പം ഞാൻ നേരത്തെ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇയെ പറ്റി പറഞ്ഞു. അതൊരു അക്യൂട്ട് നമുക്ക് താൽക്കാലികമായി വരുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിൻ്റെ പ്രോബ്ലംസ് ക്രോണിക് ആയിട്ട് നിലനിൽക്കില്ല. പക്ഷെ നേരെ മറിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയുടെ പ്രോബ്ലംസ് ക്രോണിക് ആയിട്ട് നിന്ന് ക്രോണിക് ഹെപ്പറ്റൈറ്റിസും സിറോസിസും ആകാനുള്ള ചാൻസസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. സോ ഈ വൈറസുകളെ പറ്റിയുള്ള ഓവറോൾ ഒരു അവയർനെസ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഇ തുടങ്ങിയവയെക്കുറിച്ച് ഡോക്ടർ ഒന്ന് വ്യക്തമാക്കി. അപ്പം ഇപ്പോൾ കേട്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മഞ്ഞപ്പിത്തം ഉള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള സമയത്താണെങ്കിലും ഹൈജീന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഡോക്ടർ ഒന്ന് പറയാമോ എന്നുള്ളത്? അപ്പോൾ എന്തായാലും ഉത്തരം നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മഴയാണ്. അപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വൈറൽ ഇൻഫെക്ഷൻസ് ഒരുപാട് നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. എന്തായാലും അപ്പോൾ ഇന്ന് ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ ആചരിക്കുന്നു SK ജംഗ്ഷനിലൂടെ. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ഈ അറിവിനൊക്കെ നമുക്ക് പകരാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ, മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, എ, സി, ഇ തുടങ്ങിയവ ഡോക്ടർ വ്യക്തമാക്കി. അപ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഹൈജീനാണ്. അപ്പം ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് എന്നുള്ളത് ഒന്ന് പറയാമോ? സോ അഗെയിൻ പേഴ്സണൽ ഹൈജീൻ ഓർ ഓവറോൾ ഹൈജീൻ എന്ന് പറയുമ്പം ഹെപ്പറ്റൈറ്റിസ്
എല്ലാ വൈറസുകളിലും അതിൻ്റെ ട്രാൻസ്മിഷൻ തടയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ വൈറസ്. അപ്പം നമ്മളുടെ ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലീൻ ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഓൾവേസ് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്ന എ ആൻഡ് ഇയെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. അതേപോലെ നമുക്കൊരു സേഫ് എൻവയൺമെൻറ്റിൽ നിന്നായിരിക്കണം നമുക്ക് ഹോം മെയ്ഡ് ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നായിരിക്കണം നമ്മൾ ഫുഡും കഴിക്കുന്നത്. സോ ഈ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ യൂഷ്വലി ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ടാണ് നമ്മളുടെ പോപ്പുലേഷനിൽ കാണുന്നത്. സോ ഒരു കോമൺ പോയിന്റ് ഒരു ഏരിയയിലായിരിക്കും ഈ വൈറസ് കൂടുതലും സ്പ്രെഡ് ആകുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നും നമ്മൾ ഐദർ ബോയിൽഡ് അല്ലാതെ വെള്ളം കുടിക്കുകയോ അല്ല ഈ ഫുഡ് കഴിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വയറിലേക്ക് നമ്മുടെ കുടലിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ലിവറിലേക്ക് ഈ പ്രവേശിച്ച് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ബോയിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നതിനും ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുഡും സേഫ് ആയിട്ടുള്ള ഫുഡാണെന്നും എൻഷുർ ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡായിട്ട് നമ്മൾ ബ്ലഡ് ബോൺ വൈറസസിന് നമ്മൾ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം സെക്ഷൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു. നമ്മളുടെ ഒരു പാർട്ട്ണർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ പോസിറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും അതിൻ്റെ വൈറൽ ലോഡ് നമുക്ക് കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പം സെക്ഷൽ കോൺടാക്റ്റിലേക്ക് പോകുക അല്ലെങ്കിൽ ബാരിയർ മെത്തേഡ് സ്റ്റിൽ ദെൻ വളരെ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻഡ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷനിൽ മദറിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കുകയും ചെയ്യുമ്പോൾ ദാറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ. സോ ഓവറോൾ നോക്കുമ്പം നമ്മൾ ഇൻ ഹൈജീൻ പോയിന്റ് ഓഫ് വ്യൂ എ ആൻഡ് ഇ ഈസ് അബ്സല്യൂട്ട്ലി പ്രിവെൻറ്റബിൾ ഇഫ് യു ഗോ ഫോർ ക്ലീൻ ആൻഡ് സേഫ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, ഹൈജീൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആൾക്ക് കാണിക്കുന്ന ശരീരം നൽകുന്ന സിംറ്റംസ് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കേട്ടറിയുന്നതായിരിക്കും പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തിലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഇന്നത്തെ SK ജംഗ്ഷൻ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള SK ജംഗ്ഷനാണ്. നമ്മൾ കൂടുതലും എന്താണ് ഈ മഞ്ഞപ്പിത്തം എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട, അവർ അവെയർ ആയിട്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ മഴ സാഹചര്യം മുന്നോട്ട് പോകുന്നു, വൈറൽ ഇൻഫെക്ഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ, മീറ്റർ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതായത് പലർക്കും കൺഫ്യൂഷനാണ്, അയ്യോ കണ്ണിൽ മഞ്ഞ കളർ കാണുന്നതാണോ മഞ്ഞപ്പിത്തം എന്നൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ പലരും ഉന്നയിക്കാറുണ്ട്. തമാശയ്ക്കാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഭീതിയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ എന്താണ് ഇതിൻ്റെ സിംറ്റംസ്, ശരീരം എങ്ങനെയാണ് ഇത് കാണിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിലേക്ക്? യെസ്, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണെന്ന്. പക്ഷേ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഇറ്റ് ഈസ് ഒരു രോഗലക്ഷണമാണ്. ജോണ്ടിസ് അഥവാ നമ്മുടെ ശരീരത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ തൊലിയുടെ അടിയിലും കണ്ണിൻ്റെ വെള്ള ഭാഗത്തും സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗത്തും ഇത് അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ മഞ്ഞ നിറമായിട്ട് കാണുന്നതാണ്. അതിനാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു, മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. അപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗം, മഞ്ഞപ്പിത്തം ഒരു രോഗമായി കാണുന്നത് ഹെപ്പറ്റൈറ്റിസിലാണ്. ഈ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ മോസ്റ്റ് കോമൺലി ഹെപ്പറ്റൈറ്റിസ് എയിലും ഇയിലുമാണ്. അപ്പം ഒന്നാമത്തെ ലക്ഷണം നമ്മുടെ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തൊലിയിലും കണ്ണിൻ്റെ വെള്ളയിലും കാണുന്ന ആ മഞ്ഞ നിറം. അതേപോലെ നമ്മളുടെ യൂറിനും മഞ്ഞ നിറത്തിലുള്ള വ്യത്യാസം വരാം. മലത്തിലും നിറവ്യത്യാസം ഉണ്ടാകും. അത് ക്ലേ കളേർഡ് സ്റ്റൂൾസ് എന്ന് പറയാം. അത് ഓരോ ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസിനും ഓരോ ടൈപ്പ് ഓഫ് ജോണ്ടിസിനും ആ സ്റ്റൂളിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവാം. ആൻഡ് നമുക്ക് ശക്തമായ വയറുവേദന, നമുക്ക് ലിവർ ഇരിക്കുന്ന നമുക്ക് ഏകദേശം നമുക്ക് നമ്മളുടെ ശരീരത്തിൽ എവിടെയാണെന്നറിയാമല്ലോ, നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ട് ആ ഭാഗത്ത് കൂടുതൽ വേദന വരികയും അതേപോലെ ഓക്കാനം, ഛർദി പെർസിസ്റ്റൻ്റായിട്ട് ഫ്യൂ ഡേയ്സിലേക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള
നമ്മൾ വോമിറ്റിംഗ്, അതേപോലെ ലൂസ് മോഷൻ, ഈവൻ ലോ ഗ്രേഡ് ടു ഹൈ ഗ്രേഡ് ഫീവർ, പനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാം. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എല്ലാ വൈറൽ ഇൻഫെക്ഷനെ പോലെ തന്നെ നമുക്ക് വളരെയധികം തളർച്ചയും ശരീരവേദനയും തലവേദനയും ഇതിനോടൊപ്പം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാം. സോ ഇതാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം ഈ നമ്മുടെ തൊലിയിലും കണ്ണിലും യൂറിനിലും ഒക്കെ വരുന്ന നിറവ്യത്യാസം തന്നെയാണ്. അതിന് പുറമെ ഛർദിൽ, ലൂസ് മോഷൻ, വയറുവേദന, പനി, ദേഹം വേദന, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഈ ലക്ഷണങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു, അപ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് ഇനിയിപ്പം ഡോക്ടറിനെ കാണുന്നു, അല്ലെങ്കിൽ ഓക്കെ നമ്മൾക്ക് എന്തായാലും ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഡോക്ടറിനെ കാണണം, അല്ലെങ്കിൽ ആദ്യമത്തെ ഒരു സിംറ്റം കാണുമ്പോൾ തന്നെ ചിലർ ഡോക്ടറിനെ കാണുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യിക്കാറുണ്ട്. സോ എന്തായാലും എപ്പോഴാണ് ഇതിനൊരു ഡയഗ്നോസ് എപ്പോഴാണ് തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു രോഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്തത് ചികിത്സയാണ്, നെക്സ്റ്റ് സ്റ്റേജ് അതിൻ്റെ ഒരു ചികിത്സയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഡയഗ്നോസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഇന്ന് ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. നമ്മൾ കേട്ട് ആചരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് ആചരിക്കുകയാണ്, അവെയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് തന്നെ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ്സാക്കരുത്, കേൾക്കുക SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷനാണ്, കൂടെ ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ ഫ്രം ഇറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ലക്ഷണങ്ങളിൽ നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് കാണുമ്പോൾ എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്, എങ്ങനെയാണ് ഇത് രോഗം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഭാഗം, എങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ? ഡെഫിനറ്റ്ലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം മഞ്ഞപ്പിത്തം തന്നെയാണ്. അപ്പം നമ്മൾ തൊലിപ്പുറത്ത് മഞ്ഞനിറ വ്യത്യാസം പോലെയും, അതുപോലെ കണ്ണിൻ്റെ വെള്ളയിൽ മഞ്ഞനിറം വരുമ്പോൾ അതിനെ നമ്മൾ ജോണ്ടിസ് എന്ന് വിളിക്കും, മഞ്ഞപ്പിത്തം എന്ന് പറയും. ആ ഒരു ലക്ഷണം വരുമ്പോൾ തന്നെ ഡെഫിനറ്റായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി ഒരു ഡോക്ടറെ കാണുകയും വേണ്ട പരിശോധനകൾ ചെയ്തിട്ട് ഈ പറഞ്ഞ നമ്മൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ബിലിറൂബിൻ്റെ അളവും ലിവറിൻ്റെ എൻസൈംസും കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണെന്നുള്ളത് ആ ഒരു LFT കാണുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യും. അതനുസരിച്ച് മറ്റ് ലക്ഷണങ്ങളും കൂടെ കണക്കിലെടുത്ത് പരിശോധനയിൽ കാണുന്ന മറ്റ് റിസൾട്ട്സും കൂടെ കണക്കിലെടുത്ത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അപ്പം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വൈറസ് സസ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള വൈറൽ ആൻറ്റിബോഡീസ് എന്ന് പറയാം. നമ്മൾ IgM ആൻഡ് IgG ആൻറ്റിബോഡീസ് ആണ്. അതിനകത്ത് IgM ആൻറ്റിബോഡീസും ഫോർ ഹെപ്പറ്റൈറ്റിസ് A ആൻഡ് E, അതേപോലെ സ്പെസിഫിക് ടെസ്റ്റ് ഫോർ ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C ആ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പം കോമൺലി അക്യൂട്ടായിട്ട് വരുന്ന ഹെപ്പറ്റൈറ്റിസ് A ആൻഡ് E തന്നെയാണ്. സോ ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് പനിയുടെ കൂടെയും അതേപോലെ വയറുവേദനയും വൊമിറ്റിങ്ങും ഈ പറഞ്ഞ ജോണ്ടിസും ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ ലിവർ ഫംഗ്ഷൻ കാണുമ്പോൾ കൂടുതൽ ബിലിറൂബിനും കൂടുതൽ ലിവർ എൻസൈംസും, ഇറ്റ് കുഡ് ബി ഈവൻ മോർ ദാൻ 1000s, ബിലിറൂബിൻ കുഡ് ബി മോർ ദാൻ 5, മോർ ദാൻ 10. അത് ഡിപ്പെൻഡ് ചെയ്ത് അക്യൂട്ടായിട്ട് അതായത് പെട്ടെന്ന് വരുന്ന വിത്തിൻ 2 weeks വരുന്ന ഒരു അസുഖമാണെങ്കിൽ നമ്മൾ Aയും Bയും വേണ്ടിയുള്ള ഹെപ്പറ്റൈറ്റിസ് Aയും Eക്കും വേണ്ടിയുള്ള സ്പെസിഫിക് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് ആണ് നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് വളരെ സിമ്പിളാണ്. ഇറ്റ് ഇസ് ഒരു കോംപ്ലിക്കേറ്റഡ് മരുന്നുകളോ അതിനകത്ത് ഇൻവോൾവ് അല്ല. ഇറ്റ് ഇസ് ഓൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ലിവറിന് റിക്കവർ ചെയ്യാനുള്ള ടൈം കൊടുക്കുന്ന വരെയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം അഡ്മിഷൻ്റെ പോലും ആവശ്യം വരാറില്ല ഹെപ്പറ്റൈറ്റിസ് Aയും Eക്കും വേണ്ടി. അത് നമ്മൾ വേഴ്സണിങ് ഈ സിംറ്റംസും ക്ലിനിക്കൽ പാരാമീറ്റേഴ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക. ബട്ട് സെഡ് ഇൻ ദ ബിഗിനിങ് നമ്മളൊരു ലെസ് ദാൻ 5% ഓഫ് ദ പീപ്പിൾ അവർക്ക് വളരെ അക്യൂട്ട് ലിവർ ഫെയിലിയറിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ദോസ് പീപ്പിൾ വിൽ നീഡ് ഫർദർ മോണിറ്ററിങ് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് വേഴ്സൺ ആകുന്ന കേസുകളിൽ. സോ ദീസ് ആർ ദ ടെസ്റ്റ് ഫോർ നോർമൽ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. നമ്മൾ ക്രോണിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫെക്ഷൻസ് അല്ലാത്ത കോസസ്, സേ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന് വേണ്ടിയുള്ള നമ്മൾ വിവരങ്ങൾ നോക്കുകയും സ്പെസിഫിക് ആയിട്ടുള്ള അതിനുള്ള ടെസ്റ്റുകൾ നോക്കുകയും, അതേപോലെ മെറ്റബോളിക് അത് വളരെ കോമണായി വരുന്ന ഒരു ഫാറ്റി ലിവറാണ്, അതായത് മെറ്റബോളിക് അസോസിയേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്.
സോ അതിന് കാരണമാകുന്ന നോർമലി അൺകൺട്രോൾഡ് ഷുഗറും അൺകൺട്രോൾഡ് കൊളസ്ട്രോൾ, അതേപോലെ അമിതവണ്ണം, അങ്ങനെ വ്യായാമക്കുറവ് എന്നീ കാരണങ്ങളാണ്. അപ്പം അതിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യും എന്താണ് അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, അതായത് ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ഇവാലുവേറ്റ് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ഈ ഒരു മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയും അത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ദീസ് ആർ ദ ടെസ്റ്റ് ഓവറോൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി എന്താണ് കാരണം എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടി എന്ന് വെച്ചാൽ, ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കേട്ടു. ആൻഡ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതാണ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ലൈക്ക് നമ്മൾ അൺകൺട്രോൾഡ് ഷുഗറൊക്കെ നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റബോളിക് ഡിസ്ഫങ്ഷണൽ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഏറെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഡയറ്റിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതും ഹെപ്പറ്റൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും അതെന്താണ്, എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ വിശദമായിട്ട് ഡോക്ടർ തന്നെ പറയുന്നതാണ്. സോ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്, കൂടെ ജോ ആണ്. ഇന്ന് നമ്മൾ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് റിലേറ്റഡ് ആയിട്ടുള്ളത്, മെറ്റബോളിക് ഡിസ്ഫങ്ഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവാൻ അതിനുള്ള പല രീതികൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ വിശദമാക്കി. അതിൻ്റെ കുറച്ച് മുന്നേ അങ്ങോട്ട് ഡോക്ടർ പറഞ്ഞു നിർത്തിയത് എക്സ്ട്രാ ഷുഗർ അല്ലെങ്കിൽ ആഡഡ് ഷുഗർ വരുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷണൽ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസിലേക്ക് നയിക്കാം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറ്റിൽ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്ന് അവെയർ ആയിട്ടിരിക്കണം. ഇപ്പം ബാധിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ, മീറ്റര ഹോസ്പിറ്റൽ, തെലങ്കാന. യെസ്, സോ റിഗാർഡിങ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ഹെപ്പറ്റൈറ്റിസ്, അപ്പോൾ അതിലേക്ക് പോകുന്ന പ്രിവെൻഷൻ, ഡെഫിനറ്റ്ലി പ്രിവെൻഷൻ ആൻഡ് നമ്മൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നവരിലും നമ്മൾ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് ഈ ഡയറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഓൾവേസ് ഒരു ഹൈ കാലറി ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം പ്രോസസ്ഡ് ഫുഡ്സ് ഇൻക്ലൂഡിങ് ബർഗേഴ്സ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ആ കാറ്റഗറിയിലുള്ള ഫുഡ്സ് എല്ലാം വളരെ മിനിമലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആഡഡ് ഷുഗേഴ്സും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നാണ് ജനറലി ഗൈഡ് ലൈൻസ് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, ബട്ട് അറ്റ്ലീസ്റ്റ് റെസ്ട്രിക്റ്റ് ദ യൂസ് ഓഫ് ആഡഡ് ഷുഗേഴ്സ് ആൻഡ് കാർബണേറ്റഡ് ബിവറേജസ്. നമ്മൾ വിചാരിക്കും ആൽക്കഹോൾ മാത്രമാണ് ലിവറിന് പ്രോബ്ലം തരുന്നത്, പക്ഷേ അതിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം പ്രോബ്ലം തരുന്നതാണ് നമുക്ക് ഈ കാർബണേറ്റഡ് ബിവറേജസ്. സോ അതിൻ്റെ യൂസ് വളരെ കുറയ്ക്കണം, അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ആൻഡ് വളരെ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ്. സോ ഓവറോൾ ഡയറ്റിൽ നമ്മളുടെ കാലറി, നമുക്ക് വേണ്ടുന്ന കാലറി, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ മെറ്റബോളിസം ഉണ്ട്. സോ ബേസ്ഡ് ഓൺ അവർ വെയിറ്റ് ആൻഡ് ഹൈറ്റ് വി ക്യാൻ സീ നമുക്ക് ഗൂഗിളിൽ തന്നെ സിമ്പിളായിട്ട് നോക്കാവുന്നതാണ് നമ്മളുടെ BMR എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരാൾക്ക് യൂഷ്വലി ഒരു മെയിലിനെ സംബന്ധിച്ച് 1800 മുതൽ 2000 കാലറീസാണ് ഒരു ദിവസം ആവശ്യം വരിക. അപ്പോൾ ആ കാലറിയിൽ നിൽക്കുന്ന ഒരളവിൽ നമുക്ക് കൂടുതൽ അതിൽ മുകളിൽ ഡെയിലി പോകാതെ, ആൻഡ് ഫോർ എ ഫീമെയിൽ അറൗണ്ട് 1600 to 1800 കാലറീസ്. അപ്പം ഈ ഒരു കാലറീസിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കാലറി മാത്രമല്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും അവോയ്ഡ് ചെയ്യണം, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യണം. ആൻഡ് എന്തൊക്കെ കഴിക്കാം, സോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ആൻഡ് ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ലോ ഫാറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്. സോ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വിറ്റ് വിൽ ഗീവ് മോർ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഫൈബർ, സോ ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ്. ഇത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയും ഷുഗർ കൺട്രോളിന് വേണ്ടിയും കൊളസ്ട്രോൾ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഡയറ്റ് തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ ഓവറോൾ ദിസ് വിൽ പ്രൊമോട്ട് ഈ നമ്മുടെ ലിവറിൽ ഫാറ്റ് കെട്ടിക്കിടക്കുന്നതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാനും അങ്ങനെ വരാതിരിക്കാനും ഈ ഒരു ഡയറ്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജനറലി നമ്മൾ പറയുന്നത് അറൗണ്ട് 30 to 50 മിനിറ്റ്സ് ഡേ, ഒരു 5 days a week എങ്കിലും റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസിലേക്ക് പോകുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനും ആൻഡ് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. സോ ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇസ് ഓൾവേസ് ദ കീ. അപ്പം ആൻഡ് സ്റ്റിൽ നമുക്കുള്ള ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ്, മെറ്റബോളിക് ഡിസ്ഫങ്ഷനിൽ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ്
ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് കൊളസ്ട്രോളിനോ തൈറോയിഡിനോ കറക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിക്കേഷൻസും എടുത്ത് ആ കോൺട്രിബ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഓവറോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിപ്പം ഡയറ്റിനെ പറ്റി പറയുമ്പോൾ മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആൾക്കാർ ചിന്തിക്കുന്നതാണ്, നമുക്ക് ഇപ്പം മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത്, ഇപ്പം ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വരുന്നു, ആ സമയത്ത് എന്തൊക്കെ കഴിക്കാം, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ ജനറലി പഴമൊക്കെ നമ്മൾ പണ്ടേ തൊട്ടേ ചിന്തിക്കുന്നതാണെന്ന് ഇന്നത് കഴിച്ചുകൂടാ. അങ്ങനെ ശരിക്കും ഇപ്പം നമ്മൾ വളരെ വിശാലമായ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദഹിക്കാൻ പറ്റുന്ന എന്ത് ഫുഡും, അതായത് ഇപ്പം ഈവൻ ചോറായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ ഇപ്പം ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസിൽ നമ്മൾ പറയുന്നില്ല. സോ വാട്ട് എവർ പേഴ്സൺ ക്യാൻ ഹാവ്, ആ സമയത്ത് ഇപ്പം വിശപ്പനുസരിച്ചും നമുക്ക് പ്രിഫറബിളി ലൈറ്റർ ഫുഡാണ് അഡ്വൈസ് ചെയ്യുന്നത്. എന്നാലും ദർ ഇസ് നോ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ, ഇന്നത് കഴിച്ചുകൂടാ, അങ്ങനൊരു റെസ്ട്രിക്ഷൻ നമ്മുടെ സൈഡിൽ നിന്ന് പറയാറില്ല. എത്രയും കൂടുതൽ വെജിറ്റബിൾസ്, എത്രയും കൂടുതലായിട്ട് നമുക്ക് എനർജി കിട്ടുന്നതിന് വേണ്ടി, ആ സമയത്ത് റിക്കവറിക്ക് വേണ്ടി, എനർജി കിട്ടുന്നതിന് വേണ്ടി ആസ് മച്ച് ആസ് പോസിബിൾ പേഷ്യൻ്റ് ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച്, വോമിറ്റ് ചെയ്യാതെ ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആണ് നമ്മൾ ഡയറ്റ് പറയുക. ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡോക്ടർ വ്യക്തമാക്കി. ഇതുപോലെ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ വിത്ത് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ, മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രധാനമായും നമ്മൾ സംസാരിക്കേണ്ടത് ഇതിൻ്റെ വാക്സിനേഷനെ കുറിച്ചാണ്. വാക്സിനേഷനെ കുറിച്ച് നമുക്കറിയണം. പിന്നെ എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് എടുക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയാനിടയായി. അതായത് ആൾക്ക് ഒരു ഡോസ് എടുത്ത സമയത്ത് മിസ്സായി, അപ്പം വീണ്ടും ഡോക്ടർ ഒന്നുകൂടെ എടുക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പം ഇതിൽ അങ്ങനെ ചിലരിങ്ങനെ മിസ്സാവാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പം അതിന് നമ്മൾ കീപ്പ് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊന്ന് പറയാമോ? സോ നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത് ഇൻഫെക്ഷസ് ആയിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസുകളിൽ ഈ 5 ടൈപ്പിൽ 2 വൈറസുകൾക്കെതിരെ നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് നമുക്ക് കോമൺലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കുന്ന വൈറസാണ്. സോ അത് ജനറലി നമുക്ക് അതിൽ നിന്ന് ഒരു പ്രിവെൻഷൻ കിട്ടുന്നത് 2 ഡോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ്. അത് അതിൻ്റെ 2 ഡോസ് കഴിയുന്തോറും നമുക്ക് അതിനെതിരെയുള്ളൊരു പ്രതിരോധ ശേഷി വരികയും, ഇവൻ അത് കുട്ടികളിലും മുതിർന്നവരിലും ഈ ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. സോ അത് ഏറ്റവും കോമൺലി യൂസ് ചെയ്യേണ്ടത് ഹെൽത്ത് കെയർ വർക്കേഴ്സിലാണ്. ബിക്കോസ് അവരാണ് കൂടുതലും പേഷ്യൻസ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സെക്ടറിലായതുകൊണ്ട് വി ഡീൽ വിത്ത് പേഷ്യൻസ്. അപ്പം അവരുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ തടയുന്നതിന് വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സും ഇത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, നമ്മൾ ചൈൽഡ്ഹുഡ്, നമ്മുടെ പീഡിയാട്രിക്സിൽ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ അവരുടെ പാർട്ട് ഓഫ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മളുടെ ഇമ്മ്യൂണിറ്റി വെയിൻ ആകാം. അപ്പം ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഉറപ്പുവരുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നമ്മൾ 3 ഡോസസ് ഓഫ് വാക്സിൻ ആണുള്ളത്. അപ്പം 016 എന്നാണ് അതിന് പറയുക. അതായത് നമ്മൾ ഇന്നൊരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡോസ് 1 മന്തിന് ശേഷം എടുക്കണം, ആൻഡ് തേർഡ് ഡോസ് 6 മന്തിന് ശേഷം എടുക്കണം. അപ്പോൾ ഇങ്ങനെ സീരിയലായിട്ട് 3 ഡോസായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പം ആ പാറ്റേണിൽ, ആ സീരിയസ് ആയിട്ടുള്ള വാക്സിനേഷൻസ് മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആകുകയും നമുക്ക് ആ ഒരു വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി വരികയും ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ചോദിച്ച പോലെ, ഈ ആദ്യത്തെ ഒരു ഡോസ് എടുത്തിട്ട് വീണ്ടും കുറേ കാലം അത് മിസ്സായി, സെക്കൻഡ് ഡോസ് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ അത് അന്നോട്ട് എടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പം മോസ്റ്റ് ലൈക്ലി നമ്മൾ കോഴ്സ് ഫുള്ളായിട്ട് പറയുന്നത് ആ ഒരു വാക്സിനേഷൻ്റെ സീരിയൽ ബൂസ്റ്റിംഗ് ഡോസിൻ്റെ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. സോ അത് നമുക്ക് അസസ് ചെയ്യാനുള്ള ടെസ്റ്റ് നമുക്കിപ്പം അവൈലബിൾ ആണ്. ഇവൻ ദോ 3 ഡോസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആനുവലി നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ്, പ്രതിരോധം ശേഷി പറയുന്ന ആൻറ്റിബോഡീസ് നമ്മുടെ ബ്ലഡിലുണ്ടോ എന്ന് നമ്മൾ നോക്കും. HBS എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് മോർ ദാൻ ഇന്ന വാല്യൂവിന് മുകളിലാണ്, മോർ ദാൻ 1000 ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് റേഞ്ചിലാണ് എന്ന് പറയാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബൂസ്റ്റർ ഡോസ് വരാം, അല്ലെങ്കിൽ ഒട്ടും കാണുന്നില്ല, പ്രതിരോധശേഷി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ പറഞ്ഞ 3 ഡോസിൻ്റെ കോഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറയും. സോ ഈ ഒരു
വാക്സിൻ അവൈലബിൾ ആണെന്നുള്ളതും ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോലെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഹെപ്പറ്റൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ടൂൾ വളരെ വൈഡ്ലി അവൈലബിൾ ആണെന്നുള്ളതും ഇറ്റ് ഷുഡ് ബി ഒരു അവയർനെസ് വളരെ അത്യാവശ്യമാണ്. ഈ വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ളത് വാക്സിനേഷൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അതിനെപ്പറ്റി അവെയർ ആകുകയും അതിന് വാക്സിനേഷൻ എടുക്കണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടർ അത് കൃത്യമാക്കിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഇനി ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണ്. നമ്മളിന്ന് ഹെപ്പറ്റൈറ്റിസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേൾക്കുന്നത്. കാരണം ഇന്ന് ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതായത് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് പകരാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെ സുരക്ഷാ മാർഗ്ഗങ്ങളാണ് എടുക്കേണ്ടത്? ആ കാര്യം പലർക്കുമുള്ളൊരു സംശയമാണ്, പലർക്കുള്ളൊരു പേടിയാണ്. അതെന്താണ് ഡോക്ടറിന് പറയാനായിട്ടുള്ളത്? സോ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചെറുതായി സൂചിപ്പിച്ചിരുന്നു. ബ്ലഡ് ബോൺ വൈറസസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അപ്പോൾ നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ, റെസിപ്പിയൻ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ പറഞ്ഞ വൈറസ് പകരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ട്രാൻസ്മിഷൻ വളരെ കാലത്തിന് മുന്നേ വളരെ കോമൺ ആയിട്ട് ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരുന്നു. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുകയും എല്ലാ ഡോണേഴ്സിനെയും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഫോർ സിമ്പിൾ ഇൻ ഓൾ ബ്ലഡ് ബാങ്ക്സിലും നമ്മൾ ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഡോണർ എന്നുള്ള നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, സി, അതേപോലെ HIV അങ്ങനെയുള്ള പല ഇൻഫെക്ഷൻസ്, ബ്ലഡിൽ കൂടെ പകരാവുന്ന എല്ലാ ഇൻഫെക്ഷൻസും അതിനകത്ത് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന, മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും ബ്ലഡ് ബാങ്ക്സിലും ഈ ഒരു പ്രോസസ്സ് നടക്കാതെ നമുക്ക് ഡൊണേഷൻ നടക്കില്ല. സോ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. സോ ഇന്നത്തെ കാലത്ത് ആ ഒരു കാരണം ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനേ അല്ല. ആൻഡ് അഗെയിൻ മോർ ട്രാൻസ്മിഷൻ വരിക ഈ IV ഡ്രഗ് അബ്യൂസസ് നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് കൂടിക്കൊണ്ട് വരുന്നൊരു പ്രോബ്ലമാണ് ഈ നമ്മൾ ലഹരി ഉപയോഗം. അപ്പോൾ അതിനകത്ത് IV ഡ്രഗ് യൂസേഴ്സിലാണ് ഈ ബ്ലഡ് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള വൈറസസ് പകരാനുള്ള ചാൻസസ്. ആൻഡ് സെക്ഷൽ ട്രാൻസ്മിഷനും അതേപോലെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ അവയർനെസ്സിൽ നിന്നും ബാരിയർ മെത്തേഡ്സും കോണ്ടംസും യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്ഷലി ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഈ ഇൻഫെക്ഷൻസ് ഒരു പരിധിവരെ തടയാനും സാധിച്ചിട്ടുണ്ട്. സോ ഒരു നട്ഷലിൽ പറയുകയാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ കോമൺ ആയിരുന്നു. ബട്ട് ഇറ്റ് ഹാസ് കം ഡൗൺ സിഗ്നിഫിക്കൻ്റ്ലി ടു എ ലോവർ സെറ്റപ്പ്. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഇനി നമ്മളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുകയാണെങ്കിലോ ഇറ്റ് ഈസ് ദ സെറ്റപ്പ് ഈസ് ഫോളോയിങ് എ സ്റ്റാൻഡേർഡ് പ്രോസസ്. ആൻഡ് അത് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ടൈം ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബ്ലഡ് കളക്ഷൻ അല്ലെങ്കിൽ ഡൊണേഷൻ നടക്കുക. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതിൻ്റെ പ്രതിരോധം എങ്ങനെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഡയഗ്നോസ് എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഇനിയിപ്പം കുറച്ച് പാട്ടുകളാണ്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. ജോ ആണ് കൂടെയുള്ളത്. ദിസ് ഈസ് SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ റിലേറ്റഡ് SK ജംഗ്ഷൻ ആയിരുന്നല്ലോ ഈ ഒരു 2 മണിക്കൂറുകൾ. നമ്മൾ പാട്ടിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. എന്താണ് ഹെപ്പറ്റൈറ്റിസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നേരം നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായി കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജിം ഉണ്ണി ജോൺ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഡോക്ടറിന് എന്താണ് പറയാനായിട്ടുള്ളത്? ഇനിയിപ്പം
എഗെയിൻ 2026 ഈ ഒരു ഇതേ ദിവസം നമ്മളൊരു ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ ആഘോഷിക്കും. ആ ഒരു സമയത്ത് ആളുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതായിട്ടുള്ളത്? സോ എന്താണ് ഡോക്ടർ ഇനി പറയാനുള്ളത്? യെസ്, സോ നമ്മൾ വീണ്ടും 3 സെക്ഷനായിട്ട് തന്നെ നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസിനെ പറ്റി അവയർനെസ് വീണ്ടും ഒന്നുകൂടെ ഞാൻ റീഇൻഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുക. സോ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻഷുറിങ് ക്ലീൻ ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ്, അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും എതിരെയുള്ള വാക്സിനേഷൻ നിങ്ങൾ വാക്സിനേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരും വാക്സിനേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് റിഗാർഡിങ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, യെസ്, ദാറ്റ് ഇസ്, അത് നമ്മൾ ഒത്തിരി തവണ പല ഹെപ്പറ്റൈറ്റിസ് ഡേയിലും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ്. ഡെഫിനറ്റ്ലി ആൽക്കഹോൾ ഇസ് നോട്ട് എ ഗുഡ് companion for man, so it will always cause 100 problems, and one of the most important that among that is alcoholic hepatitis. So അത് alcohol completely യൂസ് ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിയഡിക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോംവഴി. ആൻഡ് തേർഡ്, മോസ്റ്റ് കോമൺലി ഇപ്പോൾ കൂടി വരുന്ന മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിൽ അതിന് വേണ്ടുന്ന ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ട് പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഹൈ ഫൈബർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഡെയിലി സസ്റ്റൈനബിൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും റെഗുലർ എക്സസൈസ് ചെയ്തുകൊണ്ടും നമ്മളുടെ ഈ പറഞ്ഞ കോമോബിഡിറ്റീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റിസ്, കൊളസ്ട്രോൾ, അതേപോലെ തൈറോയിഡ് വളരെ കൺട്രോളിൽ നിർത്തുന്നത്, ഡോക്ടറുടെ സഹായത്തോടെ കൺട്രോളിൽ നിർത്തുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓവറോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ to an extent നമുക്ക് we can improve our liver health and maybe have lesser problems coming from liver and hepatitis. ഹാപ്പി ലൈഫ് ഹാപ്പി ലിവർ അല്ലേ? ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കേട്ടു, വ്യക്തമായിട്ട് ഡോക്ടർ അത് പറഞ്ഞു. ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്തതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലോർത്ത് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് സെറ്റാക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ദിസ് ഈസ് ആർ ജെ ജോ സൈനിങ് ഓഫ് ഫ്രം SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.